വിദ്യാഭ്യാസം, ആരോഗ്യം, ആതുര സേവനം തുടങ്ങി വിവിധ മേഖലയിൽ കത്തോലിക്ക സഭയുടേതായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ആയിരക്കണക്കിനാണ്. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരൻ്റെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് അവന് ആശ്വാസമാകുവാൻ, സാന്ത്വനമാകുവാൻ, അവൻ്റെ സാമൂഹികമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് സഭ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ കാലാകാലങ്ങളിൽ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട് എന്ന ആരോപണം സമൂഹത്തിൽ ശക്തമാണ്. കച്ചവട കേന്ദ്രങ്ങളായി പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ മാറുന്നുണ്ട് എന്നത് കേവലം ഒരു പൊതുബോധം മാത്രമാണോ, അതോ ഈ ആരോപണത്തിൻ്റെ ഉള്ളിൽ വസ്തുതയുണ്ടോ? ഇതാണ് ഇന്ന് ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ജോസ് കുട്ടി ഒഴികയിൽ, ഒപ്പം ഡോക്ടർ KM ഫ്രാൻസിസ്. രണ്ടുപേർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാഷിലേക്ക് വരികയാണ്. സാറേ, നമുക്കറിയാം നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ നിർമ്മിക്കുകയും അത് വളരെ ഭംഗിയായി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ള ഒരു സഭയാണ്. പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റികൾ ഒരു കാലത്ത് തുടങ്ങുമ്പോൾ, ഉദാഹരണം പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് പൊതുസമൂഹത്തിന് മൊത്തത്തിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ആണ് മറ്റ് സമൂഹങ്ങൾ അത് അനുകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. സർക്കാർ പോലും ആ നിലയിലേക്ക് ആ വിദ്യാഭ്യാസ സംവിധാനങ്ങളെയൊക്കെ കൊണ്ടിരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് അത്യാവശ്യമായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു സമയത്ത്. പക്ഷെ ഇപ്പോൾ പോലും നമ്മളുടെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ആ കാലത്ത് നമ്മൾ സ്വപ്നം കണ്ടിരുന്ന, സ്ഥാപിച്ച സമയത്ത് സ്വപ്നം കണ്ടിരുന്ന ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ? അങ്ങനെ വ്യതിചലിക്കുന്ന ഘട്ടത്തിലാണോ കച്ചവട താല്പര്യങ്ങളാണ് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളായിട്ട് ഇത് മാറുന്നു എന്ന ആരോപണം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് സാർ അതിനെ നോക്കി കാണുന്നത്? ഈ സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര ശുശ്രൂഷയും നടത്തുമ്പോൾ അതിനെ കണ്ടിരുന്നത് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കുന്ന പ്രബോധനപരമായ കർത്തവ്യവും രോഗശാന്തി കർത്തവ്യവും തുടരുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത്. ഈ വത്തിക്കാൻ കൗൺസിലിൽ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ എന്തായിരിക്കണം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്നതിനെക്കുറിച്ച് നിർവചിക്കുമ്പോൾ ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ പോലുള്ള ഒരു സമഗ്ര വ്യക്തിത്വം, പിന്നെ രണ്ടാമതായിട്ട് ഉത്തമ പൗരന്മാരാക്കി മാറ്റുക, മൂന്നാമത്തേത് വളരെ നിർണായകമാണ് ജീവിതാന്ത്യത്തെക്കുറിച്ചുള്ള ഒരു പ്രബോധനം ഈ കുട്ടികൾക്ക് കൊടുക്കുക. നമ്മുടെ സ്കൂൾ സ്ഥാപനങ്ങളിൽ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ ജീവിതാന്ത്യം. അപ്പോൾ ഇത് എങ്ങനെ കൈമാറും എന്നതിനെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. അതായത് ഇപ്പോൾ ന്യൂനപക്ഷാവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് തന്നെ നമ്മുടെ സംസ്കാരം വിദ്യാർത്ഥികൾക്ക് കൈമാറി കൊടുക്കാനുള്ള ഒരു അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നിട്ടുള്ളത്. തീർച്ചയായും ഈ പ്രക്രിയ അറിയാതെ നടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, കുട്ടിക്കാലത്ത് സിസ്റ്റർമാർ പഠിപ്പിക്കുമ്പോൾ ആശയടക്കണം ഒരു ബോധ്യം തരികയാണ്. അതെ. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ക്രൈസ്തവന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്, മാത്രമല്ല ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആശയടക്കാതെ പറ്റില്ല. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നതൊന്നും വാങ്ങി കൊടുക്കാൻ നമുക്ക് പറ്റില്ലേ? കാരണം അവരോട് പറയണ ഇത് പോസ്റ്റ് പോൺ ചെയ്യുക, അതാണ് മാർപ്പാപ്പ പറയണത്. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഇത്തരം കാര്യങ്ങൾ പ്രാർത്ഥന എത്തിക്കാനും ഒക്കെ അറിയാതെ അബോധത്തിലൂടെ കൈമാറി തരുന്ന ഒരു സ്ഥാപനമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ വെറും മതബോധനമല്ലാന്ന് നമ്മളെ വിശ്വാസത്തിൽ വളർത്തിയത്. പക്ഷെ ഇന്ന് സ്ഥാപനം നടത്തുന്നവരോട് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ബോധപൂർവമായ ലക്ഷ്യമായിട്ട് അവരിൽ പലരിലും ഇല്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില കാറ്റഗിസം ക്ലാസ്സുകൾ ഉണ്ടെന്നതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ്. പ്രത്യേകിച്ച് അത് സ്കൂളിലെ സിസ്റ്റർമാർ നടത്തുന്ന സ്കൂളിലൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ കലാലയങ്ങൾ വരുമ്പോഴും നമ്മുടെ മറ്റു എയ്ഡഡ് മേഖലകൾ വരുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് പ്രസക്തി കുറഞ്ഞു. ശരി, അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇന്ന് ഇത് ഭയങ്കരമായൊരു കോമ്പറ്റീഷനിലാണ്.
അപ്പോൾ പൈസ കിട്ടുക, പൈസ ചെലവാക്കുക എന്ന ഒരു മത്സരത്തിലേക്ക് ഇത് കടന്നു വന്നു. ഏറ്റവും നല്ല ഗ്രൗണ്ട് വേണം, ഏറ്റവും നല്ല ക്ലാസ് മുറികൾ വേണം. അതെ. അപ്പോൾ കണ്ടന്റിൽ നിന്ന് പോയിട്ട് അതിൻ്റെ ഘടനയിൽ മാത്രമായിട്ട് ശ്രദ്ധ തിരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് വ്യാപകമായ ആരോപണങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ ഇത്രയാണ്. ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ഇത്തരത്തിലുള്ള ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ പഴയകാല ചൈതന്യം, ആ സുവിശേഷ പ്രഘോഷണം എന്നുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളായാലും ആശുപത്രികളായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതിന് ഒരു കുറവ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അത് സാഹചര്യം, കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ യൂണിഫോം പോലും എല്ലാ സ്കൂളിലും ഒരു നിശ്ചിത യൂണിഫോം നമുക്കുണ്ട്. ആ യൂണിഫോം ഇൻസിസ്റ്റ് ചെയ്യുന്നത് പോലും മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്താണ്. നമുക്കറിയാലോ, നമ്മൾക്ക് കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ചില ഓപ്പറേഷനുകളുണ്ട്. മൊബൈൽ ക്യാമറ വെച്ചിട്ട് സിസ്റ്റർ ഹിജാബ് നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഒരു കാലമാണ്. അപ്പം ഒരു നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു യൂണിഫോം പോലും കൃത്യമായി നടപ്പാക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യമുള്ള ചില ആളുകൾ അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭീഷണിയൊക്കെ അതിന്റെ പിന്നിലുണ്ടാകാം. അപ്പം അതും ഒരു പക്ഷേ കാരണമാകാം. എന്നാൽ അങ്ങ് പറഞ്ഞതുപോലെ ഇതിന്റെ അടിസ്ഥാനമായി എന്തിനാണ് നമ്മൾ നിലകൊള്ളേണ്ടത്, നമ്മൾ എന്താണ് നമ്മൾ ഇത് നിർമ്മിച്ച സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു, ആ ലക്ഷ്യം ഇപ്പോൾ നമ്മൾ കൈവരിക്കുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളുകൾ മാത്രമല്ല സാർ, നമുക്ക് ആശുപത്രികൾ, എനിക്ക് തോന്നുന്നു സഭയുടെ ആശുപത്രികളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏറ്റവും നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും വലിയ തുക, അത് വലിയ തുകയിലാണ് അതിൻ്റെ ബില്ലിങ്ങുകൾ വരുന്നത്. സാധാരണക്കാർക്ക് ഒട്ടും അഫോർഡബിൾ അല്ല എന്നൊക്കെ നിലയിലുള്ള ആരോപണങ്ങളാണ് പൊതുവെ വരാറുള്ളത്. ചില ആശുപത്രിയിലെ ബില്ലിങ്ങുകളൊക്കെ സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നു ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പഴി കേട്ടുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ വീണ്ടും തുടങ്ങുകയും അത് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന് ടെൻഷൻ, അതിൻ്റെ ലോണ്, അതിൻ്റെ കടബാധ്യത, ഇതൊക്കെ നമ്മൾ ഏറിക്കൊണ്ട് നമ്മൾ ഇനിയും അതേ പാറ്റേൺ സഞ്ചരിക്കേണ്ടതുണ്ടോ, അതാണോ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതെ, ഇത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. സാങ്കേതികമായി വളരെ മുന്നോട്ട് പോയി, അന്യനിമിഷം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആശുപത്രികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്യനിമിഷം പുതിയ പുതിയ സംഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാങ്കേതികവിദ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സങ്കേതങ്ങൾ സൗകര്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ തലത്തിലുള്ള ഒരു ചികിത്സ പോലും സാധ്യമാവുകയുള്ളൂ. മുൻകാലത്ത് ഒരു MBBS ഉള്ള ഒരു ഡോക്ടർ ഒരു എക്സ്റേ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് എല്ലാ പരിപാടിയും നടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഓരോ സംഗതിക്കും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സ്കാനിങ് സിസ്റ്റവും MRI സിസ്റ്റവും അതുപോലെ തന്നെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം മൊത്തം മാറി. അപ്പോൾ സ്വാഭാവികമായും സാങ്കേതികവിദ്യയുടെ ഒപ്പം പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ട് ആവശ്യമായിട്ട് വരും. ഈ ഫണ്ട് എവിടുന്ന് കണ്ടെത്തും? ഒരു പരിധി വരെയുള്ള ഫണ്ട് ചാരിറ്റി സോഴ്സിലൂടെ കിട്ടും. ഇപ്പോൾ പക്ഷേ അത്തരം സോഴ്സുകളുടെ അതും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ചികിത്സിക്കാൻ വരുന്ന രോഗികളിൽ നിന്നും ഈ സംവിധാനത്തിന് ആവശ്യമായ തുക കണ്ടെത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് നമ്മുടെ ആശുപത്രികൾ എത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ആവശ്യകതയിലേക്ക് എത്തുമ്പോൾ അതുപോലെ തന്നെ സാലറി ഞാൻ ഈ ആശുപത്രിയുടെ വ്യക്തമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ സാമാന്യം പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. ഇപ്പോൾ സാലറി വേണം, സാലറി കൊടുക്കണം. നേഴ്സുമാർക്കാണെങ്കിലും ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന സാലറി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ചില മിനിമം സ്റ്റാൻഡേർഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ചികിത്സ ചിലവേറിയതായി. ആധുനിക ചികിത്സ ചിലവേറിയതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്രമാത്രം പൈസ മുടക്കാനും മാത്രം വലിയവരായിട്ടില്ല, അത്രയും വരുമാനമുള്ളവരായിട്ടില്ല. എൻ്റെ കയ്യിൽ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ഒരു മാസം ചിലവഴിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 50,000 രൂപ വരെയുള്ള ചിലവുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരമല്ല. 50,000 രൂപ ചിലവഴിക്കാൻ മാത്രമുള്ള എന്നോട് 70,000 രൂപ ചിലവഴിക്കാൻ വരുമ്പോൾ ആ ചിലവ് എന്താണെങ്കിലും അതിൻ്റെ ഭാരമായി, എൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറമായി. അപ്പോൾ ആരാണോ അത് ഡിമാൻഡ് ചെയ്യുന്നത് അവരെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഈ ഒരു വസ്തുത കൂടി നമ്മുടെ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ ആശുപത്രികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്
അവിടെ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ഗുണനിലവാരം ഗുണനിലവാരം ഇന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പൊ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം നാക് അക്രഡിറ്റേഷൻ വാങ്ങിയേ മതിയാവും. നാക് അക്രഡിറ്റേഷന് വേണ്ടി പോകുമ്പോൾ അക്രഡിറ്റേഷന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കണമെങ്കിൽ അതിനു വേണ്ടി വരുന്ന ഭീമമായ ഒരു എക്സ്പെൻസ് ഉണ്ട്. ആ ഒരു എക്സ്പെൻസ് മുൻകാലങ്ങളിലേതുപോലെ ആളുകൾ ചാരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാപനങ്ങൾക്ക് പൈസ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പല ആളുകൾക്കും അതിന് കഴിയുന്നുമില്ല. കാരണം വിദ്യാഭ്യാസത്തിന് ഇപ്പം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നു, എയ്ഡഡ് കോളേജിൽ പോകുന്നു, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലുള്ള എക്സ്പെൻസ് അത്രയേ ഉള്ളൂ. ഇന്ന് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ ഏറ്റവും മുന്തിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അല്ലെ സെൽഫ് ഫൈനാൻസ് സ്കൂളിൽ പോകേണ്ടി വരുന്നു. അപ്പോൾ എല്ലാ മേഖലയിലുള്ള എക്സ്പെൻസ് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെലവഴിക്കേണ്ട ആളുകൾ കൂടുതൽ പ്രഷറിലായി, അവർക്ക് പരാതികളായി. ഇതിൻ്റെ ഒരു വശമാണ്. അതായത് കച്ചവട സ്ഥാപനങ്ങളുടെ തലത്തിലേക്ക് മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയില്ല എന്ന് ഞാൻ തീർത്തും തെളിച്ച് തന്നെ പറയും. അതേ സമയത്ത് അല്പം കൂടെ സൂക്ഷ്മതയോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം ചില മേഖലകളിലെങ്കിലും ഈ ആളുകൾക്ക് കൊടുക്കാമായിരുന്ന ചില ലളിതമായ പരിഗണനകളും ആനുകൂല്യങ്ങളും നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് വളരെ ബഹുമാനമില്ലാത്ത രീതിയിൽ അത് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആനുകൂല്യത്തിന്റെ ബെനിഫിറ്റ് പോലും കിട്ടാത്ത രീതിയിൽ കാര്യങ്ങളാക്കിയിട്ടുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല ഘടകങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ വാക്കിൽ ഇതിനൊരു ഉത്തരം പറയുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആശുപത്രികൾ ഉള്ളത് കൊണ്ടാണ് മറ്റ് ആശുപത്രികൾ ഇപ്പോഴത്തെ അവർ കാണിക്കുന്ന നിലവാരം നിലനിർത്തുന്ന വസ്തുത മനസ്സിലാക്കാതെ പോകരുത്. NABH അക്രഡിറ്റേഷനിലേക്ക് പോയിട്ടുള്ള ആശുപത്രികൾ ആ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി അവർ മുടക്കുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ ആ ക്വാളിറ്റിയിലുള്ള ചികിത്സ അവിടുന്ന് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായും കോർപ്പറേറ്റ് മേഖലയിലേക്ക് മുഴുവൻ ചികിത്സാ മേഖലകളും കടക്കാതിരുന്നതിന്റെ പിന്നിലെ ഒരു കാരണം ഈ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്, ചെലവ് കൂടിയെങ്കിൽ പോലും. ഇതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സംഗതി. ഇതിൽ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിനും മാതൃ ശുശ്രൂഷയ്ക്കും ഈ ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് ജോസ് കുട്ടി സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. പഴയ കാലത്ത് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ചാരിറ്റി ഇനത്തിൽ ധാരാളം പേര് നൽകിയിരുന്നു. ഇത് സ്വദേശത്തു നിന്നായാലും വിദേശത്തു നിന്നായാലും ഇപ്പം അത്തരം ഫണ്ടുകളൊന്നും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കിട്ടാതായി. മാത്രമല്ല ഇതിനൊരു ചാരിറ്റി ആയിട്ട് ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാലമാണോ എന്നത് ഒരു ചോദ്യമാണ്. നമ്മൾ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ മിഷൻ ഇപ്പോൾ ഉണ്ടോ എന്നതും ഒരു ചോദ്യമാണ്. മിഷൻ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടോ? അതിനൊരു മിഷൻ നമുക്ക് ആ മിഷൻ ചൈതന്യത്തിൽ ഈ ഒരു കോമ്പറ്റീറ്റീവ് കാലത്ത് ഈ സംവിധാനങ്ങളെ നമുക്ക് ആ നിലയ്ക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ, ആ നിലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതെ, ആ നിലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ വിദേശത്ത് അവരിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രോഗികൾക്ക് ഇൻഷുറൻസ് ഉള്ള രോഗികൾക്ക് മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മേൽ ഭാരം വരുന്നില്ല എന്ന്. കാരണം ഇൻഷുറൻസ് എന്ന സംവിധാനത്തിലൂടെയാണ് ഇത് നടന്നു പോകുന്നത്. ഇന്ത്യയിൽ അതില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ നമ്മൾ എടുത്തിട്ടുള്ള ചുമതലകൾ ഇത്തരം മേഖലകളിൽ നമ്മുടെ കഴിവിനപ്പുറത്താണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വെല്ലൂര് മിഷൻ ആശുപത്രി ഉണ്ട്. വെല്ലൂര് അതെല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും ഒരു എക്യൂമിനിക്കൽ ഭാഗമായിട്ട് നടത്തുന്ന ആശുപത്രിയാണ്. ഈ വെല്ലൂർ ആശുപത്രിയുടെ മിഷണറി ചൈതന്യത്തെക്കുറിച്ച് ആർക്കും യാതൊരു പരാതിയില്ല. അതെ. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഡോക്ടർമാരുടെ ശമ്പളം കുറവാണ്, അവരതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ക്വാളിറ്റി ഉണ്ട്, രോഗികൾ സംതൃപ്തരാണ്, നമുക്കത് പൈസ മാനേജ് ചെയ്യാം. ഇനി നമ്മുടെ ബാംഗ്ലൂരുള്ള കത്തോലിക്ക CBCയുടെ കീഴിലുള്ള സെൻറ് ജോൺസ് കോളേജിനെ കുറിച്ചും ആളുകളുടെ പരാതി കുറവാണ്. അവിടെയും ഡോക്ടർമാർ, അവിടുന്ന് പാസ്സായി വരുന്ന ഡോക്ടർമാർ ഗ്രാമങ്ങളിൽ പോയിട്ട് സേവനം ചെയ്യാൻ, ആതുര ശുശ്രൂഷ ചെയ്യാൻ നടത്തുന്നുണ്ട്. പക്ഷെ ആരോപണങ്ങൾ അധികം വരുന്നത് കേരളത്തിലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തുന്ന മെഡിക്കൽ കോളേജുകളെ കുറിച്ചാണ്. നമ്മുടെ സഭയുടെ നേതൃത്വത്തിലുള്ള അപ്പോൾ തൃശ്ശൂർ രൂപതയുടെ മെഡിക്കൽ കോളേജായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്. അവർക്ക് ചെലവിനെ മീറ്റ് ചെയ്യാനുള്ള വരവില്ല, കടമാണ്. അപ്പം അതിന് പരിഹാരം എന്താണ്? ഇവിടെയാണ് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ പണം കളക്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കച്ചവടമാണെന്ന് ആരോപണം വരുന്നു. ഓക്കെ. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് എനിക്കുള്ള സജഷൻ ഇത്രയാണ്.
ഈ മെഡിക്കൽ കോളേജ് പോലെയുള്ള അത്രയും ഭാരിച്ച ചെലവുള്ള സംഭവങ്ങൾ ഒരു രൂപതയ്ക്ക് നടത്താൻ പറ്റുമോ എന്ന കാര്യം പുനർവിചിന്തനം ചെയ്യണം അല്ലേ? പുനർവിചിന്തനം ചെയ്യണം. കാരണം അവർക്ക് കച്ചവടമല്ലാതെ അത് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. ഇതിന്റെ ഭാരം മുഴുവൻ ആ ഡയറക്ടറച്ഛൻ, ആ ബിഷപ്പ് എന്ന രീതിയിലാവുമ്പോൾ അവർ വലിയ സമ്മർദ്ദത്തിന് വിധേയരാകുന്നു. അപ്പൊ എൻ്റെ അഭിപ്രായത്തില് CBCI സെന്റ് ജോൺസ് കോളേജ് നടത്തുന്നത് പോലെ അപ്പോൾ മെഡിക്കൽ കോളേജുകൾ ഒരു ഒറ്റയ്ക്കുള്ളൊരു രൂപതയ്ക്ക് നടത്തുക എന്ന് പറയുന്നത് എത്തിക്കലി നടക്കില്ല. ഒരു പക്ഷെ നടത്താൻ പറ്റുമായിരിക്കും. കാരണം ഈ നാളത്തെ ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു കോർപ്പറേറ്റ് വൽക്കരണം നേരിടുന്നതാണ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർ തീരുമാനിക്കുന്ന മരുന്നുകൾ, അതിന് ആ നിഷ്ഠയ്ക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഡോക്ടർമാർ, ഒരു വലിയൊരു മറ്റൊരു ലോകം ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ആതുര സേവനം, ശുശ്രൂഷ, സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ സമുദ്ധാരണം എന്ന നിലയ്ക്കൊക്കെ ഒരു കാത്തലിക് വാല്യൂസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അത് എത്തിക്കലി കൊണ്ടുപോവുക അസാധ്യമാണ്. അപ്പൊ ആ എത്തിക്കലി സാധ്യമാവണമെങ്കിൽ ഇത് മൊത്തം ഇന്ത്യൻ ക്രൈസ്തവരുടെ പ്രസ്ഥാനങ്ങളാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ ഇതിന്റെ ഭാരം കുറഞ്ഞു കിട്ടും. അങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള അപ്പോൾ ഈ വെല്ലൂർ മെഡിക്കൽ കോളേജ് പോലെയും ഈ ബാംഗ്ലൂർ സെന്റ് ജോൺസ് പോലെയും, കാരണം ഈ ബാംഗ്ലൂർ സെന്റ് ജോൺസ് എത്തിക്കലി വളരെയധികം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വരണം. മാത്രമല്ല, ഞാൻ എൻ്റെ പരിചയമുള്ള പിതാക്കന്മാരോട് പറയാറുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് നമ്മൾ ഒരു ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എക്സാക്ട്ലി. കാരണം പാവപ്പെട്ടവരുടെ ആവശ്യത്തെ കാറ്റർ ചെയ്യണമെങ്കിൽ സ്പെഷ്യാലിറ്റികൾ നമ്മൾ ഉണ്ടാക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല, അടിസ്ഥാനപരമായിട്ട്. എനിക്ക് അതിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ളത്. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പഴയതിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിന്ന് കിട്ടുന്ന ചില ചികിത്സകളും കൃത്യമായി കിട്ടുന്ന ചില ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ടുള്ള ചില ചികിത്സകളും അതുപോലെ ഗർഭിണികൾക്ക് കുട്ടികൾക്കുള്ള ഒക്കെ റെഗുലറായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലെവൽ, അതായത് ഒരു കോമൺ ലെവൽ ഡിസീസുകൾ ആണ് കൂടുതലുള്ളത്. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും പ്രൈമറിക്കും ഇടയ്ക്ക് വരുന്നത്. അത്തരം ഇടയ്ക്ക് വരുന്ന ഹോസ്പിറ്റലുകളിലെ ചെലവുകളാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാതെ വരുന്നത്. ഇപ്പോൾ പ്രസവം ആയിക്കോട്ടെ, ഒരു അപ്പൻഡിസൈറ്റിസ് പോലെയൊക്കെയുള്ള സാധാരണ സർജറികളായിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടത്തരം ചികിത്സകൾക്കൊക്കെ ഇപ്പം വളരെ ചിലവ് കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞതിനോട് അനുബന്ധമായി എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റൽ ക്ലസ്റ്റേഴ്സ് എന്ന ഒരു കൺസെപ്റ്റ് നമുക്കിവിടെ ഇപ്പം കൊണ്ടുവരാം. ഇപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ, ഒരു സഭയുടെ ഒരു മിഷൻ ആശുപത്രി, ഒരു പ്രത്യേക സന്യാസിനി സമൂഹത്തിൻ്റെ, അല്ലെ നമ്മുടെ രൂപതയുടെ ഏതെങ്കിലും ഒരു ആശുപത്രി, പിന്നെ വേറൊരു സഭയുടെ വേറൊരു ആശുപത്രി, ഇത് ഓരോ ആശുപത്രിയും അവരവരുടേതായ രീതിയിൽ ഓരോന്ന് സെറ്റപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഈ മാനേജ്മെന്റിൽ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ഹോസ്പിറ്റൽ ക്ലസ്റ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ, KCBCയുടെ നേതൃത്വത്തിൽ തന്നെ, ഞാൻ KCBCയുടെ നേതൃത്വത്തിലോ പ്രാഥമികമായി ഹോസ്പിറ്റലുകൾ തമ്മിൽ ലോക്കൽ ക്ലസ്റ്ററിങ് ഉണ്ടായാലും മതി. KCBC ഒന്നും വേണ്ട, ലോക്കൽ ക്ലസ്റ്ററിങ് ഉണ്ടായാൽ മതി ഒരു രൂപതയിൽ തന്നെ. അപ്പൊ വിതിന്നെ രൂപത 5, 8, 10 ഹോസ്പിറ്റലുകൾ ചേർന്നിട്ട് ക്ലസ്റ്റർ ഉണ്ടായാൽ കുറെ അധികം എക്സ്പെൻസുകൾ ഇവർക്ക് കോമൺ ആയിട്ട് ഇവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ എക്സ്പെൻസിൽ അതിൻ്റെ അകത്ത് ചില കുറവുകൾ വരുത്താനായിട്ട് പറ്റും. അത് ടെസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ, സ്കാനിങ്ങിന്റെ കാര്യത്തിൽ, അങ്ങനെ വിവിധ മേഖലകളിൽ സാധ്യം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഒരു ക്ലസ്റ്റർ കൺസെപ്റ്റ് വരികയാണെങ്കിൽ എക്സ്പെൻസുകൾ കുറച്ച് കുറയ്ക്കാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ സംഗതി, ഈ എക്സ്പെൻസുകളെ സംബന്ധിക്കുന്ന ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ നമ്മുടെ ആശുപത്രികൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഒരു ട്രീറ്റ്മെന്റിന് കിട്ടുന്ന ഒരു എക്സ്പെൻസും അതേ ട്രീറ്റ്മെന്റ് തന്നെ മറ്റൊരു ആശുപത്രി ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പെൻസും തമ്മിലൊക്കെ വലിയ അന്തരങ്ങളുണ്ട്. ഇത്തരം അന്തരങ്ങൾക്കുള്ള ലോജിക്കുകൾ പലപ്പോഴും വളരെ ഫ്ലിംസി ആയിരിക്കും, വളരെ ചെറിയ ലോജിക്കുകളായിരിക്കും. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റാൻഡർഡൈസേഷൻസ് കൊണ്ടുവരിക. ആ സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കുക, അതിനുള്ള ധൈര്യം നമുക്കുണ്ടാക്കുക. ഇവിടെ അപ്പൻഡിസൈറ്റിസ് സർജറി ഇന്ന രീതിയിൽ ചെയ്യാൻ ഇത്ര രൂപയാകും, ഈ ആശുപത്രികളിലൊക്കെ ഈ ചിലവാകും, അതിന് കാരണം ഇതാണ്. അതിൻ്റെ അകത്തൊരു ഗോപ്യതയോ മറ്റൊന്നുമില്ല. അപ്പം ഈ ഓപ്പൺനെസ്, ഈ തരത്തിലൊരു സ്റ്റാൻഡർഡൈസേഷൻ വന്നു കഴിയുമ്പോൾ അത് പൊതുവിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇപ്പം നമ്മുടെ ഹോട്ടലുകളിൽ ഇപ്പോൾ ഒരു 4 സ്റ്റാർ ലെവലുള്ള ഹോട്ടലുകളിൽ ഒരു ഊണിന് ഇത്ര രൂപ, അത് സ്റ്റാൻഡേർഡാണ്. ആളുകൾക്കറിയാം അവിടെ ചെന്നാൽ എത്ര രൂപ ആവും, അവർക്ക് വരാതില്ലാത്ത അത്രയാവും അവിടുത്തെ ചിലവ്. കാരണം അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്.
അതേ രീതിയിൽ NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ആശുപത്രികളാണെങ്കിൽ അത്തരം ആശുപത്രികളെല്ലാം കൂടി ഒരു കൺസോർഷ്യം ഉണ്ടായിട്ട് ഇതെല്ലാം ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കൊണ്ടുവരിക. ശരി, എനിക്ക് നമ്മൾ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഒരു വശത്ത് നമ്മൾ അതിൻ്റെ മെറിറ്റ് പറയുന്നു, അതിൻ്റെ സാങ്കേതികത്വം പറയുന്നു, ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മൾ പലപ്പോഴും മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുകയാണ് പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ. അപ്പൊ നമ്മൾ ഒരു മിഷനായി തുടങ്ങുന്നു, ആ മിഷൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. നമ്മൾ വിശ്വാസികളായിരുന്ന ആളുകളെ പലപ്പോഴും അവിശ്വാസികളാക്കുന്ന തരത്തിൽ പോലും മുറിവുകൾ നമ്മുടെ പല സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതൊരു വളരെ ക്രിട്ടിക്കലായ ഒരു ചികിത്സയ്ക്ക് പോകുമ്പോൾ ഓപ്പറേഷൻ താങ്ങാൻ പറ്റാത്തവൻ്റെ വേദനയാകാം, അല്ലെങ്കിൽ ഡെലിവറി പോലെ പ്രസവം 4-5 മക്കളൊക്കെ ഉള്ള ആളുകൾക്ക് പോലും നമ്മുടെ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഗണന കിട്ടാത്തതിൻ്റെ വേദനകളാകാം. അങ്ങനെയൊക്കെ ഒത്തിരി മുറിപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ ആളുകൾക്ക് ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ചില കൺസെഷനുകൾ, ചില രീതിയിലുള്ള വിട്ടുവീഴ്ചകളൊക്കെ നമ്മുടെ ആളുകൾക്ക് കിട്ടുന്ന രീതിയിൽ ഒരു പ്രസ്ഥാനം നമുക്ക് ഉണ്ടാക്കുമ്പോഴല്ലേ ശരിക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോള് മീറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ അത്തരം ഗോളുകൾ മീറ്റ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളെ നമ്മൾ ഓരോ പുതിയ പ്രസ്ഥാനങ്ങളിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനിയും ഇത്തരം വലിയ പദ്ധതികളാണോ നമ്മുടെ സമുദായം ആവശ്യപ്പെടുന്നത് എന്നത് ഒരു വലിയ ചോദ്യമാണ്. നമ്മൾ ഈ പുതുകാലത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ ഇത്തരം ഇടങ്ങളിലാണോ നമ്മളുടെ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത്, അതോ മറ്റ് മേഖലയിൽ നമുക്ക് നൽകപ്പെട്ടിരുന്ന ചില മിഷനുകളുണ്ടല്ലോ, ആ മിഷനുകളിലേക്കൊക്കെ നമ്മൾ വീണ്ടും തിരിച്ചു പോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത്തരം സമുദായത്തിന് സഭാ മക്കൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇടങ്ങളിലേക്ക് നമ്മുടെ മിഷനുകളെ വ്യതിചലിക്കേണ്ടത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതായത് ഇതിലെനിക്ക് പറയാനുള്ളത്, ഇത്തരം സ്ഥാപനങ്ങൾ ഇത് കൗണ്ടർ വിറ്റ്നസ് ആയിട്ട് വരുന്നത്, എതിർസാക്ഷ്യങ്ങളായിട്ട് വരുന്നത്, ഒന്ന് ഇതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്നു. 2, നമ്മൾ തിരിച്ചറിയണം ഇത് നടത്താനായിട്ടുള്ള ഭാരിച്ച ചെലവുകൾ ഒരു ഇടവകയ്ക്കോ അല്ലെങ്കിൽ ഒരു രൂപതയ്ക്കോ തന്നെ വഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലൊക്കെ നേരത്തെ ജോസുകുട്ടി സാറ് സൂചിപ്പിച്ച പോലെ ഒരു ക്ലസ്റ്റേഴ്സ് രൂപപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, എത്തിക്കലായിട്ട് നിലനിന്നാൽ ദൈവം നമ്മളെ കൈവിടില്ല എന്ന് പലരുടെ എക്സാമ്പിൾസ് ഉണ്ടെന്ന്. ഇവിടെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പല നമ്മുടെ ആശുപത്രികളെ കുറിച്ചുള്ള ആരോപണം, ഇപ്പോൾ അബോർഷൻ ചെയ്യുക പാപമാണ്, പക്ഷേ എങ്കിലും ചില കോംപ്രമൈസുകൾ വരുത്താൻ തയ്യാറാകുന്നു. പ്രസവം നിർത്തുന്നത് നമ്മുടെ സഭാപരമായിട്ട് തെറ്റാണ്, പക്ഷെ നമ്മുടെ സ്ഥാപനങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ പ്രസവിക്കാൻ അവിടേക്ക് ആളുകൾ വരില്ലേ. അപ്പോൾ അത്തരം കോംപ്രമൈസുകളുടെ ആവശ്യമുണ്ടോ? എത്തിക്കലായിട്ട് നിലനിൽക്കാൻ പറ്റുമോ? ഇതാണ് ആ എത്തിക്കൽ പരിഗണന വേണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പലപ്പോഴും എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഈ മരിച്ച രോഗീനെയൊക്കെ അവര് ഓപ്പറേറ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ വെന്റിലേറ്റർ, മരിച്ച ആളെ വെന്റിലേറ്റർ ഇട്ടിട്ട് 10 ദിവസം ഒരു 3 ലക്ഷം രൂപ മേടിക്കും ഇയാള്. അപ്പോ രോഗികളോട് ചോദിക്കുകയാണ് ഈ ഡോക്ടർമാര് തന്നെ, വെന്റിലേറ്റർ ഉയരണോ? അപ്പൊ ഇയാള് പേടിച്ച വെന്റിലേറ്റർ ഉയരിയാൽ എൻ്റെ അപ്പന് എന്തെങ്കിലും പറ്റിയാലോ, ബന്ധുക്കളോട് ചോദിക്കുക. അപ്പൊ അവര് വേണ്ടെന്ന് പറയാ. അങ്ങനെ ഇവരെ പറ്റിക്കുന്ന ഒരു സംവിധാനം ഞാൻ നോർത്ത് ഇന്ത്യയിലെ അപ്പൊ ഇത്തരം ചില അൺഎത്തിക്കൽ മാർഗങ്ങൾ നമ്മുടെ ഇടയിലേക്കും കടന്നു വരാതെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തുടങ്ങുന്ന സ്ഥാപനങ്ങൾ ശത്രുക്കളെ ഉണ്ടാക്കണേ. അതുപോലെ കോളേജിൽ ഒക്കെ അഡ്മിഷൻ നടത്തുന്ന സമയത്ത് നമ്മളെക്കുറിച്ചുള്ള വലിയ ആരോപണം, ഈ മാനേജ്മെന്റ് കോട്ടയിൽ പൈസ വാങ്ങുന്നു. അപ്പോൾ ഇത് ശരിയാണ്, നമുക്ക് ചാരിറ്റബിൾ ആയിട്ടുള്ള സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് സ്ഥാപനങ്ങൾ നടത്തുക എന്നത് ബുദ്ധിമുട്ടായി തീർന്നു. പക്ഷെ അതിന് അൺഎത്തിക്കൽ മാർഗം ഉപയോഗിച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ച അവസാനം നമ്മൾ
സ്വയം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ മാത്രമല്ല, എത്തിച്ചേരും. അധ്യാപകർ കാശ് കൊടുത്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇരു കൈ നീട്ടി സ്വാഗതം ചെയ്യുമ്പോൾ, വീട്ടിൽ കാശുണ്ട് എന്നതുകൊണ്ട് മാത്രം അധ്യാപകരാകുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. വീട്ടിൽ കാശുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് കേവലം ഒരു കോളേജ് കാണിക്കുന്ന അനീതി എന്ന് പറയുന്നത് കേവലം ഒരു സമൂഹത്തോട് മൊത്തം കാണിക്കുന്ന നീതിയാണ്. കാരണം യോഗ്യതയില്ലാത്ത അധ്യാപകർ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നു. അവർ പങ്കുവെക്കുന്നത് ക്രിസ്തീയ മൂല്യങ്ങളാണെന്ന് നമുക്കത് നിർബന്ധമില്ലാതാകുന്നു. കാത്തലിക് വാല്യൂസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. നമുക്ക് തൃശ്ശൂർ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കോളേജിലെ അധ്യാപകരാണ് ഏത്തിസം പ്രചരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സംവിധാനങ്ങളിൽ കയറുമ്പോൾ നമ്മുടെ കാത്തലിക് വാല്യൂസ് നമുക്ക് ഷെയർ ചെയ്യപ്പെടാൻ പോകും. നമ്മുടെ വിളി നമ്മൾ മറന്നുകൊണ്ട് തെറ്റായ ചിന്തകൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നു. 1. 2, നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ താഴെ പോകാൻ ഒരു കാരണം നമ്മൾ കൂട്ടുനിൽക്കുന്ന ഈ ഒരു സംവിധാനമാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഈ പറയുന്ന കണ്ടന്റിനെ വൈവിധ്യപൂർവമായി പ്രസന്റ് ചെയ്യാനോ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ക്വാളിറ്റിയിൽ അത് ഡെലിവർ ചെയ്യാനോ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി തന്നെ തകർന്നു പോകുന്നത്. നമ്മുടെ കാത്തലിക് സ്ഥാപനങ്ങൾ പോലും അതിന്റെ മൊത്തത്തിലുണ്ടായിരുന്ന ആ ഒരു ക്വാളിറ്റിയിൽ നിന്നൊക്കെ പിറകോട്ട് പോകാൻ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ചില കോംപ്രമൈസുകളാണ്. അത് ഇതില് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ പൈസ വാങ്ങിച്ചിട്ടാണ് ജോലി കിട്ടിയിരുന്നതെങ്കിൽ എനിക്ക് സെന്റ് തോമസ് കോളേജിൽ ജോലി കിട്ടില്ല എന്ന്. യെസ്, എനിക്ക് 2 കോളേജിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഒന്ന് കൊല്ലം ഫാറ്റിമ കോളേജിലും 2 തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലും. 2 സ്ഥലത്തും പൈസ ഇല്ലാതെയാണ് അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇങ്ങനെയുള്ള കുറെ കാത്തലിക് കോളേജസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാല സെന്റ് തോമസ് എക്സെപ്ഷണൽ ആയിട്ടുള്ള. പക്ഷേ സ്കൂളുകളിൽ വ്യാപകമായിട്ട് അപ്പോയിന്റ്മെന്റിന് പൈസ വാങ്ങിച്ചിരുന്നു. അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ, എയ്ഡഡ് മേഖലയിലുള്ള നമ്മുടെ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ചോർന്നു പോയപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചാരിറ്റബിൾ ഫണ്ട് നമുക്ക് കിട്ടാതായി. തീർച്ചയായിട്ടും അപ്പോൾ വേറെ വഴികൾ തേടേണ്ടതിന് പകരം ഈ രീതിയിൽ നമ്മളും സ്കൂളുകൾ അതിന് കോംപ്രമൈസ് ചെയ്തു. അപ്പം നമ്മൾ പറയുന്നത് നടത്തിക്കൊണ്ടുപോകാനുള്ള ചില ചെറിയ ഡൊണേഷനോ വാങ്ങുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ എണ്ണപ്പെടുന്നത് മറ്റു ചില സ്വകാര്യ മാനേജ്മെൻറ്റുകൾ വാങ്ങുന്ന 50 ലക്ഷം 40 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടുമ്പോൾ നമ്മുടെ പബ്ലിക്കിൻ്റെ മുമ്പിലുള്ള ഇമേജ് തകർന്നു പോവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോളേജിൽ ജോലി കിട്ടിയ അന്നു മുതൽ കഴിഞ്ഞ മാസത്തെ POCയിൽ നടന്ന മീറ്റിങ്ങിൽ വരെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കാരണവശാലും അപ്പോയിന്റ്മെന്റിന് കാശ് വാങ്ങാൻ വാട്ട് എവർ മേ ബി ദ റീസൺ, അത് അധ്യാപകരുടെ മുറയിലും തകർക്കും, പൊതുസമൂഹത്തിന്റെ നമ്മുടെ ഇമേജും തകർന്നു പോകും. കാരണം നമ്മുടെ സൽപ്പേരാണ് എല്ലാറ്റിനേക്കാൾ പ്രാധാന്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു തെറ്റ് ചെയ്താൽ മതി, ഞാൻ ഇന്നോളം ചെയ്ത എല്ലാ അധ്വാനവും വേസ്റ്റായി പോകും. അത് ഒരു വ്യക്തിയുടെയും പോലെ തന്നെയാണ് ഒരു സമുദായത്തിനും സഭയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ധാരാളം കോളേജുകളിൽ, നിലവാരമുള്ള കോളേജുകളിൽ അപ്പോയിന്റ്മെന്റ് പൈസ മേടിക്കുന്നില്ല. ഇല്ല, പൈസ മേടിക്കുന്ന ഒരു മാനേജ്മെന്റ് ആയിരുന്നെങ്കിൽ ഞാൻ കോളേജ് അധ്യാപകനാകുമായിരുന്നു. സാറിന്റെ നിർമ്മല കോളേജ് മൂവാറ്റുപുഴ നിർമ്മലയിൽ വാങ്ങിച്ചിട്ടില്ല. എന്നോട് മേടിച്ചിട്ടില്ല. എന്നോടല്ല, എന്റെ ആ കൊടുത്തുള്ള സമയത്തുള്ള ആരോടും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ആ സ്ഥാപനങ്ങളുടെ നന്മയെ കൂടെ കെടുത്തക്ക രീതിയിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് ഒരു സംഭവം. രണ്ടാമത്, ഇപ്പോൾ കാശ് മേടിച്ചാലും ക്വാളിറ്റി ഇല്ലാത്തവരെ എടുക്കാൻ പറ്റും. കാരണം UGC പറയുന്ന ചില മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ, നെറ്റ് പാസ്സൊക്കെ പാസ്സവരൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അതൊരു വസ്തുതയാണ്. ഇനി ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം പറയാം. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ആ ചെയ്യുന്ന ചാരിറ്റി പക്ഷേ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് പാറ്റേണിനല്ല അത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നു, ചികിത്സിച്ചു, രോഗം ഭേദമായി, ബില്ല് കിട്ടി കഴിഞ്ഞപ്പോൾ കൊടുക്കാൻ കാശില്ല. ഞാൻ ഉടനെ കാശ് കുറച്ചെണ്ണമെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നു. അവരുടനെ അത് പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് കുറച്ച് വഴക്കുണ്ടാക്കുന്നു. അവസാനം എൻ്റെ നിന്ന് കാശ് കിട്ടുകയല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നാ പിടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കുന്നു.
അതുപോലെ തന്നെ അല്ലാത്ത ഈ മനസാടെ കുറച്ച് കൊടുത്താലും അത് വേറെ ആരും അറിയുന്നില്ല. അപ്പം നമ്മൾ ധാരാളം കത്തോലിക്ക സമുദായം ചെയ്യുന്ന അത്രയും ചാരിറ്റി ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. തീർച്ചയായും നമ്മുടെ സ്കൂളുകൾ വഴി, നമ്മുടെ കോളേജുകൾ വഴി, നമ്മുടെ പള്ളികൾ വഴി, നമ്മുടെ മഠങ്ങളിലൂടെ, നമ്മുടെ ആശുപത്രികളിലൂടെ ധാരാളം ആളുകൾക്ക് ധാരാളം സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കത്തോലിക്ക സഭ എത്ര രൂപയുടെ സോഷ്യൽ സർവീസ് ചെയ്തു അല്ലെങ്കിൽ ഇത്തരം ചാരിറ്റി ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു സിംഗിൾ വേർഡിൽ ഉത്തരം പറയാം. നമുക്ക് കണക്കുകളും അതിന് കാരണം ഓരോ രൂപതകൾ, ഓരോ കോൺഗ്രിഗേഷനുകൾ, ഇടവകകൾ അങ്ങനെ വരുന്നു, പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് മറ്റൊരു കണക്ക്. അപ്പോൾ ഇതിനെ ഏകീകരിച്ച് നമുക്ക് പറയാൻ പറ്റാതെ, ഏകീകരിച്ച് പറഞ്ഞാൽ ഗവൺമെന്റിനേക്കാൾ, കേരളത്തിലെ സർക്കാരിനേക്കാൾ കൂടുതൽ സാമൂഹിക സേവനം അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏകീകരിച്ച് പറഞ്ഞാൽ പോരാ, ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് വേണം. ഇപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് ഒരാൾക്ക് 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ അയാളുടെ നിന്ന് ഒരു അപേക്ഷ മേടിച്ചു വെച്ചിട്ട് 1000 രൂപ കൈപ്പറ്റിയിരിക്കുന്നു പറഞ്ഞ ഒരു രസീത് കൂടെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഓഡിറ്റബിൾ ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുന്ന സർവീസിന് ഒരു രേഖ വേണം. നമ്മളത് പബ്ലിഷ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. ഇടത്തേക്കാരൻ ചെയ്യുന്ന വലത്തേക്കായോ അറിയണ്ടെന്നൊക്കെ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ചില മോഡിഫിക്കേഷൻസ് അറിയണം. അതെ, അത് അറിയുന്നില്ല എന്നതാണ് കാരണം. എന്നാന്ന് വെച്ചാൽ ഇതിനേക്കാളും വളരെ ചെറിയ സർവീസ് ചെയ്യുന്നവർ പോലും വളരെ കൊട്ടി ഒഴിച്ച് അവര് സർവീസിന്റെ ആളുകളായി അറിയപ്പെടുമ്പോൾ നമ്മൾ അത് അറിയപ്പെടുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ പോളിസികളിൽ ഉണ്ടാകേണ്ട ചില പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണിത്. അത് ബോസ്റ്റ് ചെയ്യുന്നതിനൊന്നുമല്ല, കള്ളത്തരമൊന്നും പറയേണ്ട, കൃത്യമായി നമുക്ക് പറയാൻ കഴിയണം ഇത്ര രൂപയുടെ സർവീസ് ഈ ആശുപത്രിയിൽ നിന്ന് പാവപ്പെട്ട ഇത്ര രോഗികൾക്ക്, നിർധനരായ ഇത്ര രോഗികൾക്ക്, വിധവകൾക്ക്, മറ്റു നോക്കാൻ ആളില്ലാത്ത പ്രായമായ ആളുകൾക്ക്, ആ തരത്തിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് വന്നാൽ ഈ പറയുന്ന ആക്ഷേപങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും. പിന്നെ സ്വയം വിമർശനപരമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് പലപ്പോഴും മാനേജ്മെന്റ് പോളിസിയേക്കാൾ ഉപരി അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് വളരെ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. തീർച്ചയായും കത്തോലിക്ക സഭ ചെയ്യുന്നത്രയും ചാരിറ്റി വർക്ക്, സാമൂഹിക സേവനം മറ്റൊരു സമൂഹവും ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്നത് യാഥാർത്ഥ്യം എന്നിരിക്കെ, നമ്മൾ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന സ്ഥാപനങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ വഴി തിരിച്ചു പോകുന്നുണ്ടോ എന്നത് തീർച്ചയായിട്ടും സഭാധികാരികൾ, പ്രസ്ഥാനത്തിൻ്റെ അധികാരികൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ കൂടുതൽ ശത്രുക്കളെയാണോ നമ്മൾ നിർമ്മിച്ച് എടുക്കുന്ന പ്രസ്ഥാനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കാലഘട്ടം പുനർവിചിന്തനം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.